നമസ്കാരം, ഇൻഫെക്ട് ന്യൂസിലേക്ക് ഏവർക്കും സുസ്വാഗതം. അപ്പോൾ നമ്മളിതാ കറങ്ങിത്തിരിഞ്ഞ് ഇവിടെ എത്തി എന്നാ. ഇതിങ്ങനെ കുറേ പടികളുണ്ട്. സുന്ദരികളൊക്കെ ഇഷ്ടംപോലെ ഇരിപ്പുണ്ട്. നീന്തൽ, അയാളെ നീന്തൽ അടിപൊളിയാണ്. കിലാത്തൂര് തമിഴ്നാട്. നമ്മൾ നെട്ട കഴിഞ്ഞ് നേരെ വന്നാലേ കിലാത്തൂർ എന്നൊരു സ്ഥലമുണ്ട്. അവിടുത്തെ ബോട്ടിംഗ് ഏരിയയാണ്. ശരിക്കും പറഞ്ഞാൽ ടൂറിസ്റ്റ് പ്ലേസാണിത്. അപ്പോൾ ഇഷ്ടംപോലെ സഞ്ചാരികൾ, ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ ഇഷ്ടംപോലെ സഞ്ചാരികൾ ഇതാണ് ഈ ടൂറിസ്റ്റ് പ്ലേസ് ഇങ്ങനെ കാണാൻ വന്നിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ ഇവിടെയൊക്കെ കാണാൻ. കിലാത്തൂർ വന്നിട്ട് ഇടത്തോട്ട് തിരിഞ്ഞാൽ ദാണ്ട് ഈ ബോട്ടിംഗ് റേഞ്ച്. ഇത് അവിടെ ആണ് ശരിക്കും അതിൻ്റെ ഒറിജിൻ. നമ്മൾ ഈ സൈഡ് കണ്ടപ്പോൾ ഇടയ്ക്കിൽ ഇങ്ങനെ കയറിയതേ ഉള്ളൂ. അതേ കാണുന്നതാണ് ആ കിലാത്തൂർ സ്പോട്ട്. കിലാത്തൂർ വന്നിട്ട് ഇടത്തോട്ട് പിടിച്ചാൽ ഈ ബോട്ടിംഗ് കാണാം. ഇഷ്ടംപോലെ ആൾക്കാർ തന്നെ ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്. അടിപൊളി സ്ഥലം. സൂപ്പർ എന്ന് പറഞ്ഞാൽ പോരാ. കിലാത്തൂർ നെട്ടയിൽ നിന്ന് നേരെ പിടിച്ചാൽ മതി. നെട്ടയെന്ന് പറഞ്ഞാൽ നമ്മൾ നെട്ടാന്ന് നേരെ വന്നിട്ട് കളിയിൽ, അതായത് നമ്മൾ തൃപ്പരപ്പിൽ നിന്ന് പോകണ്ട, അവിടെ 4 ജംഗ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് നമ്മുടെ കുഴിത്തറ പോകുന്ന റോഡിലാണ് ഈ സംഗതി. അപ്പോൾ ഇതൊരു കടവാണ്. നമുക്കിനി അവിടെ ചെന്നിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. ബാക്കിയൊക്കെ അവിടെ ചെന്ന് പിടിക്കാം. ഓക്കെ. ഇത് തൃപ്പരപ്പ്. നമ്മുടെ കഞ്ഞോ ഡിസ്ട്രിക്റ്റിന്റെ കേരളത്തിൽ തൊട്ട് നിൽക്കുന്ന ഒരു ബാർഡർ പ്ലേസ് ആണ് തൃപ്പരപ്പ്. ഇതിന് അരികിൽ പേച്ചിപ്പാറ ഡാമുണ്ട്. പേച്ചിപ്പാറ ഡാം. ഇതിന് കുറച്ച് അപ്പുറത്ത് മാത്തൂർ തൊട്ടിപ്പാലമുണ്ട്. അതിനടുത്ത ശേഷം തിരുവട്ടാർ പത്മനാഭ ക്ഷേത്രം. ഇത് കഴിഞ്ഞ ശേഷം ചിറ്റാർ 2, ചിറ്റാർ 1 ഡാമുണ്ട്. ശിവലോകൻ ഡാമുണ്ട്. ഇത് കഴിഞ്ഞ ശേഷം നമ്മുടെ ശശീന്ദ്രം കന്യാകുമാരി ഭഗവതി ക്ഷേത്രം. പിന്നെ ഇതിനടുത്താണ് തിരുവേന്ദ്രം അനന്തപത്മനാഭ ക്ഷേത്രം. അത് അറിയാം. ഇപ്പോൾ ഇതിൽ 12 ക്ഷേത്രമുണ്ട് നമ്മുടെ കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ. ശിവാലയം കൂടുന്നതിൽ ഇത് 3ാമത്തെ ക്ഷേത്രമാണ് തൃപ്പരപ്പ്. തിരുവനന്തപുരത്ത് തൃപ്പരപ്പ്. അങ്ങനെ 12 ക്ഷേത്രം, ശിവാലയം കൂടുന്ന മുഖ്യമായ ഒരു സ്ഥലവുമാണ് തൃപ്പരപ്പ്. അത് മുഖ്യമായ ഒരു ശക്തിയേറിയ ഒരു ക്ഷേത്രവുമാണ് തൃപ്പരപ്പ് മഹാദേവ ക്ഷേത്രം. പിന്നെ വേറെ അല്ല സാർ, ഈ സംശയം ഇത് തൃപ്പരപ്പിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ അതുവഴി അപ്പുറം വഴി പോകില്ല. ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വാട്ടർഫാൾസിൻ്റെ തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ തിരുവട്ടാർ വഴി പോകാവുന്ന സ്ഥലവുമുണ്ട്. ഇത് കഴിഞ്ഞ് കുലശേഖരം പോയി അങ്ങനെ തിരുവട്ടാർ വഴി പോകാം. അങ്ങനെ തക്കല വഴി നഗരങ്ങളിൽ പോകാം. അങ്ങനെ മാർത്താണ്ഡം വഴി നിങ്ങളുടെ തിരുവനന്തപുരം പോകാം. ഇത് കഴിഞ്ഞ് നമ്മുടെ കളിയിൽ പോയി കൂത്തറ വഴിയും തിരുവനന്തപുരം പോകാം. അത് കഴിഞ്ഞ ശേഷം കടുക്കര വഴി ബാർഡർ, കേരള ബാർഡറാണ്. തമിഴ് നെട്ടാന്ന് പറയും, മലയാളത്തിൽ കടുക്കര എന്ന് പറയും. അതുവഴി നിങ്ങൾക്ക് കേരളത്തിൽ പോകാം. ഇത് ഈ പ്രദേശം ഒരു ചുറ്റുലാ കേന്ദ്രമായ മുഖ്യമായ ഒരു സ്ഥലം മാത്രമല്ല, ജനങ്ങൾ ആകർഷിക്കുന്ന ഒരു സ്ഥലം കൂടെ മാത്രം. അപ്പോൾ അത് ഈ പറഞ്ഞ തൃപ്പരപ്പിൻ്റെ ഒരു ഭാഗമാണ് അല്ലേ? നമ്മൾ മെയിൻ ഗേറ്റില്ലേ തൃപ്പരപ്പിൻ്റെ തൃപ്പരപ്പിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് വെച്ചാൽ ആർച്ച് നുഴൽ വായി എന്ന് പറയും. തമിഴ് നുഴൽ വായി എന്ന് പറയും. അതിനകത്ത് അങ്ങോട്ട് പോയി പേച്ചിപ്പാറ, ഇവിടെ തൃപ്പരപ്പ്. ഈ പേച്ചിപ്പാറയിൽ പോകുന്ന വഴി നാളെ അവിടെ പോകുന്നത് കളിയിൽ ജംഗ്ഷൻ 4 മുക്ക് റോഡുണ്ട്. നേരെ പോകുന്നത് കടുക്കര കേരള. വലത് ദിവസം കൂടി പേച്ചിപ്പാറ, എടുത്ത് കുഴിത്തറയാണ്. ശരി സാർ, താങ്ക് യു. ഈ കാഴ്ചയാണ് നമ്മളിതുകൊണ്ട് അപ്പുറേ നിന്ന് കാഴ്ച എടുത്ത സംഗതിയാണ്. ഇത് അവിടെ നിന്ന് നമ്മൾ ബോട്ട് കണ്ടില്ലേ? ഇതേ ആ സ്ഥലം അവിടെ കാണില്ലേ? അവിടെ നിന്നാണ് ഞാൻ ആദ്യം അത് പകർത്തിയത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കറങ്ങിത്തിരിഞ്ഞ് എത്തിയിട്ടുണ്ട്. ഇപ്പോഴും സ്ഥലപ്പേര് വ്യക്തമല്ല, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ശരിക്കും വേനൽ അടിച്ചു പൊളിക്കാൻ തന്നെയാണ് എല്ലാവരുടെയും പരിപാടി. അപ്പോൾ എല്ലാവരും ആസ്വദിച്ച് ഈ പറഞ്ഞ പോലെ എല്ലാവരും വെള്ളത്തിലിങ്ങനെ ശരിക്കും ആസ്വദിക്കുന്നുണ്ട്. ശരിക്കും ആ ഒരു ബ്യൂട്ടിയില്ലേ, ആ ഒരു എന്താ പറയുക, ആ ഒരു വേനൽ ശരിക്കും ആസ്വദിക്കുന്നുണ്ട് ആൾക്കാർ. കാഴ്ചകളാണ്. അത് അങ്ങ് അറ്റത്ത് അവിടെ ഒരു ചുവന്ന ഒരു കൊടിയൊക്കെ ഇല്ലേ, അതൊരു എന്താണ് ഈ കല്ലമ്പലം എന്ന് പറയും. പണ്ട് നമ്മുടെ ഒരു കാലത്ത് ഉണ്ടായിരുന്നല്ലോ വെയിറ്റിംഗ് ഷെഡ് കൊണ്ട് സാധനം, അതാണ് കല്ലമ്പലം. ഇത് എല്ലായിടത്തും ഒരു സ്പിരിച്വൽ ഒരു പൊതുവേ തമിഴ്നാട് എന്ന് പറയുമ്പോൾ ഒരു സ്പിരിച്വൽ ടൂറിസത്തിൻ്റെ ഏരിയയാണ്. അപ്പോൾ അത് കണ്ടല്ലോ, അങ്ങനെ ആൾക്കാരൊക്കെ നല്ല ആസ്വദിച്ച് വേനൽ ആസ്വദിക്കുന്നു. വെള്ളത്തിൽ നിന്നിങ്ങനെ കുളിയൊക്കെ നടത്തി സുഖമായിട്ട് അടിച്ചു പൊളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഇങ്ങനെ നടന്ന് ഇതൊക്കെ ആസ്വദിച്ച് വരാം.
ആ ഇപ്പം സമയത്രയും ആ കാണുന്നതാണ് നമ്മളെ ബോട്ട് ക്ലബ്ബ്. അല്ല ബോട്ട് ആ മീൻ പിടിക്കുന്നുണ്ടോ? സംഗതി മീൻ പിടിക്കാൻ ഇട്ടിട്ടുണ്ട്, മീൻ കിട്ടിയിട്ടില്ലെന്നേ ഉള്ളൂ. ആ എന്നാലും മീൻ പിടിക്കൽ ഉഷാറാണ്. എന്നതും കിട്ടിയോന്നോ? ആ എന്തായാലും ആ അങ്ങേരെ കുപ്പിക്കകത്ത് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ആ ഒന്നോ രണ്ടോ മീൻ കിട്ടിയിട്ടുണ്ട്. എന്നാലും മീൻ പിടിക്കൽ ഉഷാറായിട്ടുണ്ട്. അതുവഴി നടന്ന് അപ്പുറം പോവാം. നടന്നു പോയാലോ. ആ കടയാൽ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലൂടെ കടയാൽ ടൂറിസ്റ്റ് ബോട്ട് സർവീസ് 2024-25 വർഷത്തിന് ശ്രീ ജി സ്റ്റാൻലി ജോസ് വീരപുലി താടിക്കാരൻകോണം പോസ്റ്റ് എന്ന വ്യക്തിക്ക് ലേലത്ത് കൊടുത്തിട്ടുള്ളതാണ്. ബോട്ട് സഞ്ചാരത്തിനുള്ള നിരക്ക് വിവരം താഴെ കൊടുത്തിരിക്കുന്ന വിധത്തിൽ പഞ്ചായത്ത് നിർണ്ണയിച്ചിരിക്കുന്നു. ചവിട്ട് ബോട്ട് 30 മിനിറ്റ് 50 രൂപ ഒരാൾക്ക്, തുഴവള്ളം 30 മിനിറ്റ് 100 രൂപ, അരമണിക്കൂർ തുഴവള്ളത്തിൽ 10 പേർക്ക് സഞ്ചരിക്കാം, ചവിട്ട് ബോട്ടിൽ 4 പേർക്ക് സഞ്ചരിക്കാം. നിശ്ചയിച്ചതിൽ കൂടുതൽ ആൾക്കാർ അനുവദിക്കാൻ പാടില്ലാത്തതാണ്. ബോട്ട് സഞ്ചാരികളെ നിർബന്ധമായി ലൈഫ് ജാക്കറ്റ് ധരിച്ചിരിക്കേണ്ടതാണ്. ബോട്ട് പരിസരത്ത് ഒരു സമയം 10 പേരിൽ കൂടുതൽ നിൽക്കാൻ അനുവദിക്കാൻ പാടില്ല. ഈ നിബന്ധനയ്ക്ക് വിരുദ്ധമായി ലേലം പിടിച്ച വ്യക്തി ചെയ്താൽ സഹായപ്പെടുന്ന ഫോൺ നമ്പർ വിനോദസഞ്ചാരിക്ക് പരാതിപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ 04651261281 9487385475 8925809803 9361051523. ഇത് കണ്ടല്ലോ. അപ്പോൾ ഇതാണ് ബോട്ട് ക്ലബ്ബിലെ വിശേഷങ്ങൾ. ഇതുവഴി ബോട്ട് ക്ലബ്ബിൽ കയറാം. ഇതുവഴിയാണ് ബോട്ടിൽ ക്ലബ്ബ് പാസ്. ഇതുവരെ തോന്നിട്ടുണ്ട്. ഓക്കെ ഇതാണ് ബോട്ട് ക്ലബ്ബല്ലേ. റോയൽ പാരഡൈസ് ടൂറിസ്റ്റ് ഹോം എടുക്കാമല്ലേ? കണ്ട ഇവിടെ ലൈഫ് ജാക്കറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇവരാണ് അതിൻ്റെ ആൾക്കാർ. ഹായ്. ഇതാണ് സംഗതി. ഇതാണ് ലൈഫ് ജാക്കറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബോട്ട് ജെട്ടി. ഇതുവഴി കയറുക, പറക്കുക, എൻ്റർത് ഇത് കണ്ടല്ലോ. പോലെ തള്ളിയിടലാണ്. ഒന്ന് ശരിയാണോ മക്കളെ? സ്മൈൽ പ്ലീസ്. ചിരിക്ക. ഒരിക്കൽ കൂടെ ഓർമ്മ. നമ്മൾ അവിടെ നിന്നാണേ ഓർമ്മയില്ലേ? അതെ, അവിടെ ആ കുളിക്കടവാണ് അവിടെയാണ്. അവിടെ ഒരു ഫാമിലി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് സംഗതി ഇങ്ങനൊരു സ്ഥലം ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായത്. പിന്നെയാണ് മനസ്സിലായത് ഇതാണ് തൃപ്പരപ്പറ്റ പുറകു വെച്ചാണെന്ന് മനസ്സിലായത്. ഒരു ബോട്ട് ഇതാ സ്റ്റാർട്ടായിട്ടുണ്ട്. പുള്ളി ഇങ്ങനെ കാലൊക്കെ വെച്ചതിൻ്റെ സംഗതി ഇതാ പോണ്ട്.
മനസ്സിലാച്ചാ ആ ടെക്നിക്ക് വേണ്ട കാല് വെച്ചൊരു അഡ്ജസ്റ്റ്മെൻ്റാണ്. എന്നിട്ട് ഇതാ ആ പയ്യൻ വെള്ളം കൊണ്ടുപോകണണ്ട. ഓ കാല് തട്ടി. റൈറ്റ്. ഇതേ സിമ്പിൾ പരിപാടി കണ്ട. ഇതേ കയറിയിട്ടുണ്ട്, നമ്മളെ ചേട്ടൻ കയറിയിട്ടുണ്ട്. ഒരു ചാച്ച പറയടാ. ആ വലിയ സീരിയസിലാണെന്ന് തോന്നുന്നു ഇറക്കി. ആ ഹാ 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 കണ്ട. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. നമുക്ക് പാക്കപ്പ് ആയാലോ. പുതിയ വിശേഷങ്ങളായി കാണാം കേട്ടോ. നമ്മളപ്പോൾ ഇവിടെ വിടുകയാണ്. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.